ശബരിമല പോലീസ് ഡ്യൂട്ടിയിൽ പുനഃക്രമീകരണം 15 ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാകുമ്പോൾ ആ ബാച്ചിലെ പകുതി പേർ തുടരണം. 2 ദിവസം കഴിഞ്ഞ് 50% പേർ എത്തുമ്പോൾ ആദ്യ ബാച്ചിലുള്ളവർക്ക് തിരികെ മടങ്ങാമെന്നും നിർദ്ദേശം. രശ്മി കാർത്തിക നൽകും കൂടുതൽ വിവരങ്ങൾ. രശ്മി, എപ്രകാരമാണ് ഈ പുനഃക്രമീകരണം? അനു, ശബരിമലയിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരില്ലെന്നതും ഈ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല, അതായത് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്നുള്ള തരത്തിൽ വ്യാപകമായി പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് DGP ഷെയ്ഖ് ദർവേ സാഹിബ് ഇപ്പോൾ പുതിയൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് 15 ദിവസം ഡ്യൂട്ടി ചെയ്തതിന് ശേഷം അതിലെ 50% ഉദ്യോഗസ്ഥർ വീണ്ടും 2 ദിവസം കൂടി അവിടെ തുടരണം. പിന്നീട് പുതുതായി 15 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നീട് വരുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിൽ വേണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പറഞ്ഞു കൊടുത്തതിന് ശേഷം 2 ദിവസത്തിന് ശേഷം പിന്നീട് അടുത്ത ബാച്ച് എത്തുമ്പോൾ ഇവർക്ക് റിലീവ് ചെയ്യാം എന്നുള്ളതാണ് DGP പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. SP റാങ്കിന് മുകളിലുള്ളവർക്ക് 5 ഘട്ടങ്ങളിലായിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. SP റാങ്കിന് താഴെയുള്ളവർക്ക് 6 ഘട്ടങ്ങളിലായിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. ഈ നവകേരള സദസ് ഉൾപ്പെടെ നടക്കുന്നത് കൊണ്ട് തന്നെ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് ആള് കുറവാണ് എന്ന തരത്തിൽ വ്യാപകമായി ഒരു ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല, തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ADGPയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അത് പോലീസിനാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് പരിചയ സമ്പന്നതയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത് കൊണ്ട് തന്നെ തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതി, അതിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അവിടുത്തെ നിലവിൽ 15 ദിവസം പൂർത്തിയാക്കിയവർ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് എന്നുള്ളത് പിന്നെ 2 ദിവസം കൂടി നിന്ന് ആളെ പഠിപ്പിച്ചതിന് ശേഷം പുതുതായി എത്തുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് റിലീവ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതായത് ആദ്യ ബാച്ചിൽ 50% ആളുകളാണ് ഈ രീതിയിൽ തുടരേണ്ടത്. അനു. ശരി രശ്മി.